ഏറ്റവും ചെറിയ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഏറ്റവും കിടിലം SUV തന്നെയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ബിൽറ്റ് ഇൻ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അധികം ഫീച്ചേഴ്സ് ഉള്ളൊരു വെഹിക്കിളാണ് നിസാൻ മാഗ്നറ്റ്. ഹായ് എവരിവൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിസാൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ നിസാൻ്റെ മാഗ്നറ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഒത്തിരി ഫീച്ചേഴ്സ് കാര്യങ്ങളും അതേപോലെ തന്നെ പ്രൈസ് കുറഞ്ഞൊരു വേരിയൻറ്റും കൂടിയാണ്. വളരെ നല്ലൊരു മോഡലും കൂടിയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കാം. വളരെ ബോൾഡായിട്ടുള്ളൊരു എൻജിനാണ് ഇത്. എൻജിൻ ടൈപ്പ് വന്നിട്ട് B4D 1.0 NA പെട്രോൾ എൻജിനാണ് വരുന്നത്. ഇതിന് 1000 cc അതായത് 999 cc ആണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 71.02 bhp at 6250 rpm ആണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 96 Nm at 3500 rpm ആണ് ഈ ഒരു എൻജിൻ വരുന്നത്. സെൻട്രൽ എൻജിനും വളരെ ബോൾഡായിട്ടുള്ള ഡിസൈനായിട്ടുള്ളൊരു പുതിയൊരു വെഹിക്കിളാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഷേപ്പ് കാണാൻ തന്നെ വളരെ മനോഹരവും നിസാൻ്റെ ആ ലോഗോയും കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. കാര്യം ഈ ഒരു വെഹിക്കിളിന് നമുക്ക് വളരെ ബോൾഡായിട്ടുള്ള ഷേപ്പ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമായുള്ളൊരു ഡിസൈൻ കൺസെപ്റ്റ് തന്നെയാണ് നിസാൻ ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ലാമ്പ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് വേരിയൻ്റ് വെച്ചിട്ട് വളരെ ഭംഗിയുള്ള ഫ്രണ്ട്, അതും ഒരു SUV ബോൾഡായിട്ടുള്ളൊരു വെഹിക്കിളും കൂടിയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയും. ഇതിൻ്റെ സൈഡ് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകമായുള്ളൊരു ഡിസൈൻ ഷേപ്പോട് കൂടിയും വളരെ ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിളും കൂടിയാണ് നിസാൻ മാഗ്നറ്റ് എന്ന് നമുക്ക് പറയാം. അലോയ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു രീതിയിലും കോപ്പീഡ് അല്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നിസാൻ മാഗ്നറ്റിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ടെയിൽ ലൈറ്റിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കത്തക്ക രീതിയിൽ വരുന്നൊരു ടൈൽ ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിലെ ബൂട്ട് സൈഡ് നോക്കുന്ന സമയത്തും വളരെ വെറൈറ്റി ആയിട്ടുള്ളതും മാഗ്നറ്റ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് വളരെ ഭംഗിയേറിയതുമായുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബൂട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പേസ് നൽകിയിരിക്കുന്ന ഒരു ബൂട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പേസും അത്യാവശ്യം നമുക്ക് ലഗേജ് സ്പേസും കൂടി വരുന്നൊരു ബൂട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ബൂട്ട് സൈസ് എന്ന് പറയുന്നത് 336 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ലിറ്ററാണ്. ഇതൊരു ബോഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന ടോട്ടലി SUV എന്നുള്ളൊരു ബോഡി ടൈപ്പ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വശങ്ങളിൽ നിന്ന് മുൻവശങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരെ ഭംഗിയേറിയ ഡിസൈൻ തന്നെയാണ് നിസാൻ മാഗ്നറ്റ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ടർബോ എന്നുള്ള രീതിയിൽ ആ ഒരു ബാഡ്ജിങ്ങും സൈഡ് വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ എന്തായാലും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയേറിയ ഒരു വെഹിക്കിൾ തന്നെയാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിന് വളരെ പ്രൈസ് കുറവ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അലോയ് വീൽസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തന്നെയാണ്. ഒരു വെഹിക്കിളിനും കോപ്പീഡ് അല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. മുൻവശങ്ങളിലേക്ക് നോക്കുന്ന സമയത്തിന് വളരെ മനോഹരമായുള്ള കണ്ണുകൾ പോലെ തോന്നിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ഹെഡ് ലാമ്പ് വളരെ ഭംഗിയേറിയതും ആ ലൈറ്റിൻ്റെ സ്പോട്ടി ലുക്കും നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു വെഹിക്കിൾ എമൗണ്ടിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ലാഭം തന്നെയാണ്, വളരെ റേറ്റ് കുറവ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ താഴെ വരുന്ന ആ ടൈൽ ലാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ BS6 ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വരുന്ന ആ സെയിം ന്യൂ ഷേപ്പിൽ വരുന്നൊരു ടൈൽ ലാമ്പും നമുക്ക് അതേ ഡിസൈൻ വരുന്നൊരു ടൈൽ ലാമ്പാണ് താഴെ വരുന്നത്, ഒരു വളരെ സ്പോട്ടി ആയിട്ടുള്ളതും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ ഇൻഡിക്കേറ്ററും വളരെ പ്രീമിയം ലുക്ക് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഡബിൾ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ
ഷോക്ക് അബ്സോർബർ വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഇതിൻ്റെ ടൈപ്പ് മെയിനായിട്ട് വരുന്നതെന്നുള്ള ഒരു ഡബിളായിട്ട് ആക്ട് ചെയ്യുന്നൊരു ടൈപ്പാണ് വരുന്നത്. നമുക്കിതിന് ഇൻറ്റീരിയർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോർ സൈഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓപ്ഷണലായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ക്ലസ്റ്റർ ലൈറ്റ് എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലസ്റ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ റൂം എന്ന് പറയുന്ന ഒരു SUV എന്നുള്ള രീതിയിൽ തോന്നിക്കത്തക്ക രീതിയിലുള്ള ഇൻറ്റീരിയറും അതേപോലെ തന്നെ നമുക്ക് ഫാബ്രിക് ആയിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വളരെ ക്വാളിറ്റി ഉള്ളൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ. നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ വാങ്ങുന്നൊരു വ്യക്തിക്ക് വളരെ ലാഭകരം എന്ന് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് തീർച്ചയായിട്ടും വരുന്നത്. ക്ലസ്റ്റേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു വെഹിക്കിളിലും കാണാത്ത രീതിയിൽ വളരെ മനോഹരമായുള്ള കളർഫുള്ളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ക്ലസ്റ്റർ ലൈറ്റുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ടച്ച് സ്ക്രീൻ ആണെങ്കിൽ പോലും വളരെ എഫിഷ്യൻ്റായുള്ളൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വെഹിക്കിളിൻ്റെ പെർഫോമൻസ് നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ടോപ്പ് സ്പീഡ് തന്നെ നമുക്കൊരു 150 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡും. അതേപോലെ തന്നെ നമുക്കിതിൽ കീലെസ് എൻട്രിയാണ്, സ്റ്റാർട്ട് ബട്ടൺ, സ്വിച്ച്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ അത് കൂടാഞ്ഞിട്ട് തന്നെ നമുക്ക് ബോഡി ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നതെന്ന് പറയുന്നത് 3994 വിത്ത് 1758 mm ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്ന 1572 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വെഹിക്കിളിന് തന്നെ നമുക്ക് ക്യാമറ, അതായത് 360 ഡിഗ്രി ക്യാമറ കൂടെ വരുന്നൊരു വെഹിക്കിളാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ക്യാമറയാണ്. സാധാരണ ഒരു 10 ലക്ഷത്തിന് മേളിൽ വരുന്ന വെഹിക്കിളിൽ വരുന്ന സകല ഫീച്ചേഴ്സും ഈ ഒരു വെഹിക്കിളിന് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.